തലസ്ഥാനത്ത് കുടിവെള്ള വിതരണത്തിനായുള്ള ട്രയൽ റൺ ആരംഭിച്ചു. 4 ദിവസമായി കോർപ്പറേഷൻ പരിധിയിലെ 44 വാർഡുകളിലായിരുന്നു കുടിവെള്ളം മുടങ്ങിയത്. ഇപ്പോൾ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യുകയാണ്. വിവരങ്ങളുമായി മണക്കാട് നിന്നും ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, കഴിഞ്ഞ 4 ദിവസമായി കുടിവെള്ളമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ്. അധികൃതരുടെ അനാസ്ഥയും തുടരുകയാണ്. ഇത്രത്തോളം പ്രതിഷേധം ശക്തമാണ്. ഒപ്പം സേവാഭാരതിയുടെ ഇടപെടലും ഈ തരത്തിലാണ്. മറ്റു വിശദാംശങ്ങൾ കൂടി. കഴിഞ്ഞ 4 ദിവസമായിട്ട് തലസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭ്യമാകുന്നില്ല. ഇന്ന് 4 മണിയോടുകൂടി കുടിവെള്ളം ഈ വാർഡുകളിലൊക്കെ എത്തിക്കുമെന്നായിരുന്നു വകുപ്പ് മന്ത്രി തന്നെ മറുപടി നൽകിയിരുന്നത്. പക്ഷേ 4 മണി പിന്നിട്ടിപ്പോൾ 6 മണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെയായിട്ട് തലസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഈ 44 വാർഡുകളിലും വെള്ളം വന്നിട്ടില്ല. ഏറ്റവും ദുരിതകരമായിട്ടുള്ള കാര്യമാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മണക്കാട് മുതൽ ഈ ആറ്റുകാൽ വരെയുള്ള ഭാഗങ്ങളിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ വെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഏതാണ്ട് 3 ടാങ്ക് വെള്ളമാണ് ഇത്തരത്തിൽ ഇവിടെ നിന്നും വിതരണം ചെയ്ത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ചെറിയ പാത്രങ്ങളിൽ വരെയാണ് വെള്ളം നിറച്ച് വെച്ചിട്ടുള്ളത്. അമ്മാമേ, എത്ര ദിവസമാണ് നമ്മളെ പണിയാണ്? 3 ദിവസം കൊണ്ടില്ല. ഈ വൈകിട്ടായവർക്ക് അവിടെ കൊണ്ടിട്ട് ഇടിച്ച് നമ്മളെ ഒന്ന് തള്ളിയാൽ ഞാൻ തറയിൽ വിടും. അത്ര ആരോഗ്യമേ എനിക്കുള്ളൂ. ഒരു നിവർത്തിയിലേക്ക് ഇവർ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ബാഞ്ച് ഒഴിക്കാൻ കൂടെ വയ്യ. എല്ലാ പാത്രത്തിലും വെള്ളം എടുത്ത് വെള്ളം വരും. ഇത് ഞങ്ങൾക്ക് എൻ്റെ അപ്പ ഈ ഒരു മോനും എന്നെ വേണം ഒരു ജന്മം വെള്ളം. അങ്ങനെ ശീലിച്ചു പോയി പിള്ളേർ, അങ്ങനെ ശീലിച്ചു പോയി. എടുക്കല്ലേ ഇത്രയും വെള്ളം കൊണ്ടുവരാൻ ഭയങ്കര പാട്. കേൾക്കില്ല മക്കളെ. ഇത് ഇന്നത്തേക്ക് നാളത്തേക്ക് ഇവിടെ ഉള്ളവർ പറയും ഞാനിത് ആ പൈപ്പിൽ നിന്ന് എടുത്താൽ ഒരു ചെറിയ ജലം വെച്ചാണ് പാടി വീട് വന്നെത്തണം. അത് പിടിച്ച് ആ ചെവര് പിടിച്ച് ഇന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയായിരുന്നോ? ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കി. ഇന്നലെ ഉണ്ടാക്കിയില്ല, മെനഞ്ഞാന്നും ഉണ്ടാക്കിയില്ല. വെള്ളമില്ലാത്തതുകൊണ്ട് എന്നുവെച്ചാൽ കഞ്ഞിയും മറ്റും എന്തെങ്കിലും മറ്റേ അങ്ങ് കുടിച്ച് അങ്ങ് പോവുകയാണ്. ഇന്ന് വെള്ളമായി. ഇനിയിപ്പോൾ ഇത് ഇന്നും നാളെയും കൂടെ. നാളെ വരുമോ മക്കളെ വെള്ളം? നാളെ വരുമോ? നാളെ എന്നാലല്ല ശരി മക്കളെ. തീർച്ചയായിട്ടും വളരെ ആശ്വാസമായിട്ടുണ്ട് അവർക്ക്. കാരണം കഴിഞ്ഞ 4 ദിവസമായിട്ട് വിവിധ ഇടങ്ങളിൽ, അതായത് ഈ ആറ്റുകാൽ അതോടൊപ്പം തന്നെ ഈ പുത്തൻകോട്ട തുടങ്ങിയ പ്രദേശങ്ങളിലൊന്നും, കുരിയാത്തി തുടങ്ങിയ പ്രദേശങ്ങളിലൊന്നും വെള്ളമില്ലായിരുന്നു. ആ അമ്മയുടെ സങ്കടമുള്ള വാക്കാണ്. ഇവിടെ ഈ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഇന്ന് വെള്ളം കൊണ്ട് കൊടുത്തു. ഇന്നലെയൊന്നും ഭക്ഷണം ഉണ്ടാക്കിയില്ല. കാരണം വെള്ളമില്ലാത്തതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും ആശ്വാസകരമാണ് ഈ 4 മണിയോടുകൂടി വെള്ളം കിട്ടുമെന്ന് മന്ത്രിയുടെ ഉറപ്പുണ്ടായിട്ട് പോലും ഈ വെള്ളം ലഭ്യമാകാത്തൊരവസ്ഥ. ഇന്ന് എന്തായാലും ഒരു വലിയ ആശ്വാസത്തോടെയാണ് ഇരിക്കുന്നത്. കാരണം ചെറിയ പാത്രങ്ങളിൽ വരെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ കുടിവെള്ളം നഗരപ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബോർവെല്ലോ അല്ലെങ്കിൽ കിണറോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രദേശമാണ് ഈ തിരുവനന്തപുരം ജില്ല അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ നഗരപ്രദേശങ്ങളെന്ന് പറയുമ്പോൾ. അപ്പോൾ അത്രയ്ക്ക് ജനങ്ങൾ ഈ തിങ്ങി പാർത്ത് ജീവിക്കുന്ന സ്ഥലത്ത് 4 ദിവസമായിട്ട് വെള്ളമില്ല എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച തന്നെയാണ്. മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷമാണ് ആദ്യം ഈ വില്ലന്മാരെ എല്ലാം അടിച്ചു നിരത്തിയതിനു ശേഷം നായകൻ വരുന്ന രീതിക്ക് രാവിലെ മന്ത്രി റോഷി അഗസ്റ്റിൻ വന്ന് ഒരു മാധ്യമങ്ങളോട് പറയുന്നു 4 മണിയോടുകൂടി ശുദ്ധജലം അല്ലെങ്കിൽ കുടിവെള്ളം സംവിധാനം പൂർണ്ണമായിട്ടും പൂർത്തിയാക്കാൻ സാധിക്കും, ഈ കുടിവെള്ളം എല്ലാവർക്കും ലഭ്യമാക്കും എന്നൊക്കെ പറഞ്ഞിട്ടും പക്ഷെ ഒരു തരത്തിലുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ അത് അത്രയും മന്ത്രി ഇത്തരത്തിലുള്ള വാഗ്ദാനം നൽകുന്നു, ഇത്തരത്തിലുള്ള ആശ്വാസ നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നു. പക്ഷേ പിന്നീട് മന്ത്രിയെ സ്ഥലത്ത് കാണാത്ത ഒരു അവസ്ഥയാണ്. അത് തന്നെയാണ് ജനങ്ങൾ എല്ലാവരും പറയുന്നത്. കാരണം ബന്ധപ്പെട്ടവരൊന്നും തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. ശരിയാക്കാം എന്ന് പറയുന്നത് അല്ലാതെ പിന്നീട് അവരെ ആ പരിസരത്ത് പോലും കാണാത്ത അവസ്ഥ. എങ്കിലും ബന്ധപ്പെട്ടവരോട് ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ഏത് തരത്തിലുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നത്? എപ്പോഴേക്കും വെള്ളം ഈ വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് അവർ ഉറപ്പിച്ചു പറയുന്നത്? ഒരു ഉറപ്പ് സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകാൻ അവർക്ക് കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും KP അത്തരത്തിലൊരു ഉറപ്പ് നൽകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശുദ്ധജല വിതരണം വരെ ആരംഭിക്കേണ്ടി വന്നത്. നമുക്കറിയാം 4 മണിയോടുകൂടി വെള്ളം അല്ലെങ്കിൽ ശുദ്ധജലം എല്ലാ വീടുകളിലും എത്തിക്കുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ഈ പ്രദേശത്ത് നേരത്തെ ഞങ്ങൾ നിന്നത് അട്ടക്കുളങ്ങര ഭാഗത്താണ്. അട്ടക്കുളങ്ങര ഭാഗത്ത് ചെറിയ രീതിയിൽ വെള്ളം വരുന്നത് ട്രയൽ, അതായത് ഈ റെയിൽവേയുടെ പണി നടക്കുന്ന കിള്ളിപ്പാലം സമീപത്ത് റെയിൽവേയുടെ പണി നടക്കുന്നിടത്ത് ആ പൈപ്പ് പൊട്ടിയെടുത്ത് ഈ പൈപ്പിൻ്റെ പൈപ്പ് നന്നാക്കലുമായി ബന്ധപ്പെട്ട ഈ പൈപ്പ് മാറ്റിയിട്ടതിനെ തുടർന്ന് ട്രയൽ റൺ നടത്തി. ആ ട്രയൽ റണ്ണിലുള്ള ആ ചെറിയ തോതിലുള്ള വെള്ളമാണ് അട്ടക്കുളങ്ങര ഭാഗത്തൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ അട്ടക്കുളങ്ങരയിൽ നമ്മൾ ആറ്റുകാല്, കുരിയാട്ടി, പുത്തൻകോട്ട ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് വെള്ളം തീരെ ഇല്ലാത്ത അവസ്ഥ. 4 ദിവസമായിട്ടുള്ള അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ വീണ്ടും തുടരുന്നത്. അപ്പോൾ ഈ ഉറപ്പ് നൽകുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഗ്ദാനം നൽകുന്നു അല്ലാതെ ഈ സംവിധാനങ്ങളിലൊന്നും ശരിയായ രീതിയിൽ ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഒരുപക്ഷെ ഈ സന്നദ്ധ സംഘടനകൾക്ക് ഇങ്ങനെ ഈ ശുദ്ധജലം വിതരണം ചെയ്യേണ്ടി വന്നത്. തിരുവനന്തപുരം മേയർ ഉൾപ്പെടെ ഇത്തരത്തിൽ റെയിൽവേയുടെ സമീപത്തുള്ള പൈപ്പ് ലൈൻ ശരിയാക്കുന്ന ഭാഗത്ത് വന്ന് നിന്ന് മണിക്കൂറുകളോളം വന്ന് നിന്ന് പ്രവർത്തികൾ പുരോഗമിപ്പിച്ചത്. പക്ഷേ എന്നിട്ടും ട്രയൽ റൺ മാത്രമാണ് ഇതുവരെയായിട്ടും കോർപ്പറേഷൻ ആയാലും വാട്ടർ അതോറിറ്റിക്കായാലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഏതാണ്ട് ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ശരിയായ രീതിയിൽ ഇത്തരത്തിലുള്ള ജലവിതരണം പോലും നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഉറപ്പ് പോലും പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇനി നാളെയും കൂടി വെള്ളമില്ല എങ്കിൽ ഇതായിരിക്കില്ല അവസ്ഥ. ഈ സ്മാർട്ട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു ആപ്പ് നിലനിൽക്കുന്നുണ്ട്. ആ ആപ്പിൽ കയറി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിന് പൈസ അല്ലെങ്കിൽ പണം അടച്ചതിന് ശേഷം മാത്രമേ ടാങ്കറുകളിൽ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷേ ഈ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നത് ഈ പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ ടാങ്കറുകൾ വന്ന് നിൽക്കും. അതിനുശേഷം അവിടെ നിന്നും ഈ ഉൾറോഡുകളിൽ താമസിക്കുന്നവർ ഈ വെള്ളം എടുത്തുകൊണ്ട് പുറത്ത് ആ പ്രധാനപ്പെട്ട റോഡിലേക്ക് ചെന്ന് നിന്ന് ഈ ബക്കറ്റുകളിലും ക്യാനുകളിലും ഒക്കെ ആയിട്ട് വെള്ളം അകത്തേക്ക് കൊണ്ടുവരണം. അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെയാണ് ഈ സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സേവാഭാരതിയുടെയൊക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നാളെയും കൂടി ഇങ്ങനെ വെള്ളം വന്നില്ല, ഇതേ അവസ്ഥയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാവും. ഇന്ന് അവധി ദിവസമാണ്, നാളെ നമുക്കറിയാം ഓഫീസ് ഡേ ആണ്. അതോടൊപ്പം തന്നെ ഈ സ്കൂളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ നാളെ ഇതിനേക്കാളും ബുദ്ധിമുട്ടാവും. കാരണം ഇന്നുണ്ടായിരുന്നൊരവസ്ഥയല്ല, ആളുകൾ വെള്ളമില്ലാതെ നെട്ടോട്ടം ഓടുന്നൊരവസ്ഥ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ സാധിക്കും. എന്തായാലും ഈ വരും മണിക്കൂറുകൾ ഏതാണ്ട് 8 മണിയോട് കൂടിയൊക്കെ വെള്ളം ഈ ട്രയൽ റൺ പൂർത്തിയായിട്ട് വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അവരുടെ വിശദീകരണമെങ്കിലും ഇന്ന് ഇത്തരത്തിൽ എല്ലായിടത്തും കുടിവെള്ളം വിതരണം ചെയ്യാൻ കഴിയുമോ എന്നൊരു കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. KP ടിൻഡു പറഞ്ഞതുപോലെ തന്നെ ഈ ട്രയൽ റൺ ഇന്ന് തുടങ്ങുമെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും വെള്ളം സ്വാഭാവികമായും എത്തിച്ചേരാനുള്ള ഒരു കാലതാമസം എടുക്കും, പ്രത്യേകിച്ച് ഈ ഉയർന്ന പ്രദേശങ്ങളിലടക്കം. പക്ഷേ അവിടെ ഒരു ബദൽ സംവിധാനം പോലും ബന്ധപ്പെട്ടവർ ഒരുക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇത്രത്തോളം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും KP അത് തന്നെയാണ് കാരണം. ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ പെട്ടെന്ന് ശുദ്ധജലം ലഭ്യമാക്കാൻ അല്ലെങ്കിൽ കുടിവെള്ളം ലഭ്യമാകാനായിട്ട് അടിയന്തരമായിട്ട് കോർപ്പറേഷനും അതോടൊപ്പം തന്നെ ഈ അധികാരികളും ചേർന്ന് ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ അത് ഒരുപക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും കാര്യങ്ങൾ എത്തിച്ചേരുക. എന്തായാലും ഈ നാളെയും കൂടി വെള്ളം എത്തിയില്ല എങ്കിൽ ഇത്തരത്തിൽ വെള്ളം എത്തിക്കാനുള്ള അവസരം അല്ലെങ്കിൽ വെള്ളം എത്തിക്കാനുള്ള നടപടികൾ സേവാഭാരതിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു ആശ്വാസമാണ്. ഒരുപക്ഷെ നേരത്തെ അമ്മ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇവർ ഈ വെള്ളം കൊണ്ടുവന്നത് അല്ലെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ ഇവർ ഈ വെള്ളം കൊണ്ടുവന്നത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾക്ക് ഇത് വെള്ളം കൊണ്ടുവന്നതുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ തടഞ്ഞു. ഒരു ദിവസത്തേക്കെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വെള്ളമുണ്ട്. ഇന്നലെ ഒന്നും ഭക്ഷണം ഉണ്ടാക്കിയില്ലായിരുന്നു. ഇനിയിപ്പോൾ നാളെയും വെള്ളം വന്നില്ല എങ്കിലുള്ള ബുദ്ധിമുട്ടും അമ്മ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കിടപ്പ് രോഗികൾ അതോടൊപ്പം തന്നെ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ മറ്റ് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇനിയുള്ള നാളെയൊക്കെ വെള്ളം വന്നില്ല എങ്കിൽ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുകയല്ലാതെ ഇവിടെ ഈ കോർപ്പറേഷൻ അധികൃതർ മേയറടക്കം എന്ത് കാര്യങ്ങളാണ് പറയുന്നത്? ഈ ഉദ്യോഗസ്ഥരെ പഴിച്ചാരി രക്ഷപ്പെടുന്ന ഒരു പല്ലവി തന്നെയാണോ അവർ ആവർത്തിക്കുന്നത്?
തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള വീഴ്ച എന്നാണ് ഒരു പക്ഷേ മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഉദ്യോഗസ്ഥർ ഇത് ശരിയായിട്ടുള്ള അലൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൈപ്പിൻ്റെ അലൈൻമെൻറ്റുകൾ മാറ്റുന്ന സമയത്ത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ശരിയായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. ആ ഒരു ഇടപെടൽ കൊണ്ടാണ് ഒരു പക്ഷേ ഈ 5-6 തീയതികൾ നടക്കേണ്ടിയിരുന്ന ഈ പ്രവർത്തികൾ ഒരു പക്ഷേ 1-2 ദിവസം കൂടുതലായിട്ട് കൂടി ചെയ്യേണ്ടി വന്നത് എന്നാണ് അവരുടെ ഭാഗത്ത് അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു വിശദീകരണം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാവിലെ മന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രതികരണം വന്നതല്ലാതെ അതിനുശേഷം ഒരു പ്രതികരണം വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും മന്ത്രിക്ക് ഉറപ്പുണ്ടാവും 6 മണിക്ക് ശേഷം വെള്ളം വരില്ല. ഒരുപക്ഷെ തലസ്ഥാനത്തെ ഇത്തരത്തിലുള്ള ജലവിതരണത്തിന് ജലവിതരണം ഇന്ന് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്ന് മന്ത്രിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി ഒരുപക്ഷെ മാധ്യമങ്ങളുടെ മുമ്പേ അതിനുശേഷം വരാത്തത്. എന്തായാലും ആ പൈപ്പ് മാറ്റുന്നതിനുള്ള പടി പൂർത്തിയായിട്ടുണ്ട്. ഈ ഐരാണി മുട്ടത്തെ കണക്ഷനാണ് ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം അട്ടക്കുളങ്ങര, കുരിയാത്തി, അതോടൊപ്പം തന്നെ ഈ മണക്കാട് ഭാഗങ്ങളിലുള്ള കണക്ഷനുകളിലേക്ക് വെള്ളം വിതരണം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഐരാണി മുട്ടത്തേക്കുള്ള കണക്ഷൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിലവിൽ തുടരുന്നുണ്ട്. ട്രയൽ റണ്ണിന് ശേഷം ഈ പ്രവർത്തനങ്ങൾ ഈ ഇത്തരത്തിലുള്ള വെള്ളം വിതരണം ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ വെള്ളം വന്നാൽ ഒരുപക്ഷെ ഇവിടെ തിങ്ങി പാർക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് അത് സൗകര്യപൂർണ്ണമായിരിക്കും. അല്ലെങ്കിൽ വീണ്ടും സന്നദ്ധ സംഘടനകൾക്ക് അല്ലെങ്കിൽ സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾക്ക് വീണ്ടും ജലവിതരണം നടത്തുമെന്നും നമുക്കറിയുന്നത്. രാവിലെ മുതൽ ഇവിടുത്തെ വിവിധ പ്രദേശങ്ങളിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ജലവിതരണം നടക്കുന്നുണ്ട്. ഇനിയും ഒരുപക്ഷെ നാളെയും വന്നില്ല എങ്കിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. ആളുകൾ ചെറിയ പാത്രങ്ങളിലൊക്കെ വെള്ളം ശേഖരിച്ച് വെക്കുന്ന കാഴ്ച നമുക്കറിയാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാഴ്ചയൊക്കെ വളരെ അത്ഭുതകരമായ കാര്യമായിരിക്കും. കാരണം ഒരുപക്ഷെ കിണറുകളില്ലാത്ത വീടില്ല, അല്ലെങ്കിൽ നിരന്തരം ഇത്തരത്തിൽ വെള്ളം എപ്പോഴും സുലഭമാവുന്ന ഒരു പ്രദേശമാണെങ്കിൽ അവിടെ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ 80 രൂപ കൊടുത്താൽ പോലും ഒരു ലിറ്റർ ഒരു ക്യാൻ വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ്. അതാണ് രാവിലെ നമ്മളോട് ആളുകളൊക്കെ പ്രതികരിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ്. അടിയന്തരമായിട്ട് ഈ വിഷയങ്ങളിൽ കാര്യക്ഷമമായിട്ട് ഇടപെട്ടില്ല എങ്കിൽ ജനങ്ങൾ ഇത്തരത്തിൽ കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടും. രാവിലെ നമ്മൾ കാലടിയിൽ നിന്നൊക്കെ കണ്ടതാണ്. അവരൊക്കെ ഇവിടെ നിന്ന് കുറച്ച് പേരൊക്കെ അവരവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ട്. കാരണം കുടിവെള്ളം ഇല്ലാതെ തുടരാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും ഈ അവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകും. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ വെള്ളം കിട്ടിയില്ല എങ്കിൽ നാളെയും ഇതേ അവസ്ഥ തന്നെയായിരിക്കും. നാളെ പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടി ഗുരുതരമായി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 4 ദിവസമായി ജനങ്ങൾ അത്രത്തോളം ദുരിതം അനുഭവിക്കുകയാണ്. ബന്ധപ്പെട്ടവർ ഇനിയെങ്കിലും കൃത്യമായ കാര്യക്ഷമമായി ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ കൂടുതൽ ദുസ്സഹമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കുടിവെള്ളം കിട്ടാക്കനിയായി മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് തലസ്ഥാനവാസികൾ പോകുന്നത്. ടിൻഡു തുടരുകയാണ്. ടിൻഡു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതുപോലെ തന്നെ ആൾക്കാർ കിട്ടിയ ആ പാത്രങ്ങളടക്കം എടുത്തുകൊണ്ടാണ് വരുന്നത്. കാരണം അത്രയും ശുദ്ധജലം കിട്ടാത്ത ഒരു ദയനീയമായ അവസ്ഥയിൽ അവിടെയാണ് സേവാഭാരതിയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നത്, സഹായഹസ്തമുണ്ടാകുന്നത്. ഇനിയും കുടിവെള്ളം വിതരണം പുനഃസ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായി സേവാഭാരതി ഇനിയും ഉണ്ടാകും, കൂടെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രവർത്തകർ പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ നാളെയും ഇതുപോലത്തെ സമാനമായ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ സേവാഭാരതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാവും. ഇന്ന് രാവിലെ ഇവിടെ ഈ തിരുവനന്തപുരം നഗരത്തെ ഏതാണ്ട് മണക്കാട്, ഈ കുരിയാത്തി ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കും കുറച്ച് പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരു ലോറിക്കകത്ത് ഒരു 3000 ലിറ്റർ വെള്ളം മാത്രമേ ഒരേ സമയം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം, ഒരു 4 പേർ താമസിക്കുന്ന ഒരു വീട്ടിൽ തന്നെ ഏതാണ്ട് ഒരു ദിവസം നമ്മൾ 500 ലിറ്റർ വെള്ളം 500 ml വെള്ളം നമ്മൾ ഉപയോഗിക്കും, 500 മില്ലി ലിറ്റർ വെള്ളം നമ്മൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ അതേ അളവിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു. പക്ഷേ ഇവർക്ക് ഒരേ സമയം ഏതാണ്ട് ഒരു 3 ടാങ്ക് വെള്ളം മാത്രമേ, അല്ലെങ്കിൽ 3000 ലിറ്റർ വെള്ളം മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ അവർക്ക് ഒരേ സമയം കൊണ്ടുവരാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ കൊണ്ടുവരുന്ന വെള്ളം തന്നെ അത് ഒരു പെട്ടെന്ന് ഏതാണ്ട് 5-6 മിനിറ്റിനുള്ളിലൊക്കെ എല്ലാവരും 3 ടാങ്കുകളിലും പൈപ്പ് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവർക്ക് എല്ലാ പാത്രങ്ങളും. ഋഷിമംഗലം അവിടുത്തെ പ്രദേശവാസിയായ ശ്രീമതി സിന്ധു നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീമതി സിന്ധു, ഈ കഴിഞ്ഞ 4 ദിവസമായി വല്ലാതെ ദുരിതത്തിലാണ് നിങ്ങളൊക്കെ. കാരണം കുടിവെള്ളം ലഭിക്കാതെ ദുരിത ജീവിതത്തിലാണ്. ഇപ്പോൾ ട്രയൽ റൺ ആരംഭിച്ചു എന്ന് പറയുമ്പോഴും ആ ജലവിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രത്തോളം ദുരിതമായിരുന്നു നിങ്ങൾ ഈ ദിവസങ്ങളൊക്കെയും ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? സാർ, ഞാനൊരു കാര്യം പറയട്ടെ.
അത് ഇപ്പോ ഈ 4 ദിവസം കൊണ്ട് വെള്ളം കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം വന്നപ്പോഴാണ് ഇത് വൈറലായി, ഇത് ലോകം മുഴുവൻ അറിഞ്ഞത്. പക്ഷെ എന്റെ വീട്, ഞാൻ താമസിക്കുന്ന ഋഷിമംഗലത്താണ്, അതായത് സെക്രട്ടേറിയറ്റിനും തൊട്ട് താഴെ ഉള്ള സ്ഥലം അറിയാമായിരിക്കുമല്ലോ. അത് വെച്ചാൽ ഞങ്ങളൊരു 25 വർഷം മുന്നേ ഈ പ്രശ്നം അതിരൂക്ഷമായിട്ട് അനുഭവിച്ചിട്ട് ഈ അടുത്ത കാലത്ത് ജപ്പാൻ കുടിവെള്ളം അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പൊ ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവരുമായിരുന്നു. ശരിക്കും പറഞ്ഞാല് ഈ 3-4 മാസമായിട്ട് നമ്മള് ഭയങ്കര പ്രശ്നത്തിലാണ്. കാരണം കുടിവെള്ളം ഇല്ല തന്നെ. നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇത് ഉദ്യോഗസ്ഥർ ചെയ്യുന്നതാണെന്ന് പറയുന്നു, അല്ലാതെ ടാങ്കർ ലോറിക്കാർ ഉദ്യോഗസ്ഥരും തങ്ങളിലുള്ള ഒരു ഡീലാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ചുരുക്കാൻ പറഞ്ഞാല് ഇപ്പൊ ഋഷിമംഗലം എന്ന് പറഞ്ഞാൽ ഹോളി ഏഞ്ചൽസ് കോൺവെന്റിന്റെ വഴിയിൽ കുറച്ച് മേളിലോട്ട് കയറുമ്പോൾ അവിടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. താഴെ DYFI എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ലൈൻ ഇട്ടിട്ട് അവിടുത്തെ വീട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടം. കാരണം നമ്മൾ വേറൊന്നും ചോദിക്കണ്ട, അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും. ഞങ്ങൾ മെയിൻ സിറ്റിയിൽ എത്രയോ വർഷക്കാലം ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലമാണ്. കുടിവെള്ളം കിട്ടാത്തൊരു സ്ഥിതി, അതിപ്പോ 4 ദിവസത്തെ പ്രശ്നമായതുകൊണ്ടാണ് ഇതിപ്പോ എല്ലാവരും അറിഞ്ഞത്. അങ്ങനെ എത്രയോ സ്ഥലങ്ങളില്, തൈക്കാട്, വഴുതക്കാട്, ഋഷിമംഗലം, ശകലം ഉയർന്ന സ്ഥലങ്ങളിലൊന്നും തന്നെ പ്രശ്നമില്ല. ഈ പ്രശ്നം അതിരൂക്ഷമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രവുമല്ല, ഇപ്പൊ 5-6 മാസമായിട്ട് നമുക്ക് അതർ ചാർജസ് എന്ന് പറഞ്ഞിട്ട് ട്രെയിനേജിനും കൂടി നമ്മുടെ നിന്ന് റെന്റ് എടുക്കുകയാണ്. വാട്ടർ ചാർജ് എത്ര വരുന്നു? വാട്ടർ ചാർജ് ഇപ്പൊ 2000 ആണെങ്കിൽ അതിന്റെ 1000 രൂപ കൂടി അഡീഷണൽ ആയിട്ട് നമുക്ക് ഡ്രെയിനേജ് ചാർജ് കൂടി വരികയാണ്. അതെ, ഇപ്പം ഈ ഡ്രെയിനേജ് ചാർജ് അടക്കം ഈടാക്കിയിട്ടും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. ഈ പറയുമ്പോൾ പരസ്പരം പഴിചാരുന്ന സമീപനമാണല്ലേ? നമ്മൾ എവിടെ പോയി പറയാനാണ്? നമ്മൾ വാട്ടർ അതോറിറ്റി എല്ലാം കംപ്ലൈന്റ് ആയിട്ട് പലരും പോയി, അസോസിയേഷൻ വഴി പോയി, റെസിഡൻസ് അസോസിയേഷൻ വഴി ഒക്കെ പറഞ്ഞു. അവര് പറഞ്ഞു ആരോട് എന്ത് പരാതി പറയാനാണ്? നമ്മൾ കാശ് കൊടുത്താൽ തന്നെ നമുക്ക് വെള്ളം പോലും കിട്ടാത്ത സ്ഥിതിയാണ്. ഇപ്പൊ 4 ദിവസം കൊണ്ട് ഇത് പുറം ലോകം അറിഞ്ഞത് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ടാണ്. ഇത് എത്രയോ നാളുകളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം. അത് മെയിൻ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ്. സെക്രട്ടേറിയറ്റിന്റെ ചുറ്റും 1 കിലോമീറ്റർ താഴെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ നഗരമധ്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ദുരിതാവസ്ഥ. വളരെയധികം നന്ദി. ഞങ്ങൾ എത്രയോ മീഡിയ, മാതൃഭൂമി ചാനൽ അവിടുന്ന് ജസ്റ്റ് 1/2 കിലോമീറ്റർ, എല്ലാ മീഡിയയും നമ്മൾ വിളിച്ച് പറയാറുണ്ട്. പക്ഷെ എന്തോ പറയാനാ, അങ്ങനെ ഒരു സിസ്റ്റത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതെ, ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ പണം വാങ്ങാൻ ആൾക്കാർ എത്തുന്നു, അല്ലെങ്കിൽ പണത്തിന് കൃത്യമായ ബില്ലുകൾ എത്തുന്നു. പക്ഷേ അടിസ്ഥാന സൗകര്യം പോലും ഏർപ്പെടുത്താൻ, കുടിവെള്ളം പോലും ഒരുക്കാനുള്ള ഒരു സന്മനസ്, ഒരു ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും 4 ദിവസമായി തലസ്ഥാനവാസികൾ കുടിവെള്ളമില്ലാതെ നെട്ടോട്ടം ഓടുകയാണ്. ട്രയൽ റൺ ആരംഭിക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും അത് എപ്പോഴാണ് പൂർവ്വസ്ഥിതിയിലേക്ക് ഈ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുക എന്നതാണ് ഇപ്പോഴും ഉയരുന്ന ആശങ്ക. ടിനുദാസാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.